പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് 24-ാം ദിവസമാണ്. ഇമവട്ടാതെ പരിശുദ്ധ അമ്മയുടെ പ്രകാശപൂർണമായ ആ മുഖത്തേക്ക് മാതൃത്വത്തിന്റെ സ്നേഹവും കരുണയും ഒഴുകുന്ന ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടുള്ള യാത്രയാണ്. ഇവിടെ സാത്താൻ തന്റെ സാമ്രാജ്യം പണിതുയർത്താൻ ശ്രമിക്കുമ്പോൾ സാത്താന്റെ കോട്ടകളെ തകർക്കാൻ അധികാരമുള്ള നമ്മുടെ അമ്മയുടെ സഹായം തേടണം. പരിശുദ്ധ അമ്മ അധികാരത്തോടെയാണ് സ്വർഗത്തിന്റെ രാജ്ഞിയായിരിക്കുന്നത്. നമ്മുടെ അമ്മയാണ്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കഴിഞ്ഞാൽ മാലാഖമാരെക്കാൾ പരിശുദ്ധന്മാരെക്കാൾ ഉള്ള അധികാരം, സാത്താന്റെ മേൽ അധികാരമുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട്. മാതൃത്വത്തിലൂടെ നമ്മൾ ഓരോരുത്തരുടെ മേലും അധികാരമുണ്ട്. ഈ ഒരു അധികാരം നമ്മുടെ ധ്യാന വിഷയമാക്കണം. സഹായകമാവണം. ആത്മവിശ്വാസത്തോടെ അമ്മയുടെ കരം പിടിക്കാൻ സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ ദിവസം നമ്മുടെ ശുശ്രൂഷകൾ ഏറ്റവും അധികം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടിക്കൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായൊരു സർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ഡ് കൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതെയായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവന്റെ ദൂതന്മാരും. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിപ്പിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവീൻ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായി തുറന്ന് സർപ്പം വായിൽ നിന്ന് ഒഴുക്കിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയ വലിയ അധികാരം, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ പരിശുദ്ധ അമ്മ തന്നെയാണ്. പരിശുദ്ധ അമ്മയ്ക്കുള്ള അധികാരം, അതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. ഈ അമ്മയിൽ നാം ആശ്രയിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തെ ലക്ഷ്യമാക്കി നാം യാത്ര ചെയ്യുന്നു. അമ്മയുടെ മക്കൾ എന്നുള്ള നിലയിൽ നാം അഭിമാനം കൊള്ളുന്നു. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പടവെട്ടാൻ നമ്മെ തന്നെ നാം സജ്ജരാക്കുന്നു. പക്ഷേ പലരും ചോദിക്കും, ഈ അമ്മയ്ക്ക് എന്ത് ശക്തി? അമ്മയുടെ ദൗത്യം ഈ ലോകം കൊണ്ട് അവസാനിച്ചില്ലേ എന്നൊരു പക്ഷേ ചോദിക്കുന്നവരുണ്ടാവാം. പ്രിയപ്പെട്ടവരെ, സാത്താന്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള അധികാരം ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രവചനാത്മകമായ വിധത്തിൽ നാം വായിക്കുന്നതാണ്. ഇവിടെ ദൈവത്തിന്റെ എല്ലാ നേർവഴികളെയും ദുഷിപ്പിക്കുന്ന, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് തുരങ്കം വെക്കാൻ ശ്രമിച്ച അവന്റെ മേൽ ദൈവം ആദ്യം അധികാരം നൽകിയത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വചനം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇവിടെ ശത്രുത നീയും സ്ത്രീയും തമ്മിൽ. അപ്പോൾ സാത്താനോട് നിരന്തരം ശത്രുത പുലർത്തുക എന്നുള്ള ആ ഒരു യുദ്ധം, ആ ഒരു ശത്രുത യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. സാത്താന്റെ മേൽ സ്വർഗം പരിശുദ്ധ അമ്മയ്ക്ക് സവിശേഷമായ അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നുണ്ട്, ദൈവം ഒരു ശത്രുത മാത്രമേ ഉളവാക്കിയിട്ടുള്ളൂ, എന്നാൽ അത് രഞ്ജിപ്പ് സാധ്യമല്ലാത്തതും അവസാനിക്കാത്തതുമായ ശത്രുതയാണ്. അനുദിനം അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് മറിയവും പിശാചും തമ്മിലും അവളുടെ ദാസരും സന്താനങ്ങളും ലൂസിഫറിന്റെ അനുയായികളും സന്താനങ്ങളും തമ്മിലുമാണ് എന്ന് ലൂയി മോൺഫോർട്ട് എടുത്തു പറയുന്നു. ഏദൻ തോട്ട കാലത്ത് ദൈവത്തിന്റെ ശപിക്കപ്പെട്ട ശത്രുവിനോട് കടുത്ത അമർഷവും പഴയ സർപ്പത്തിന്റെ കാപട്യം പുറത്തു കൊണ്ടുവരുവാൻ തക്ക നിഷ്കളങ്കതയും അഹങ്കാരിയും ധിക്കാരിയുമായി അവനെ അടിമപ്പെടുത്തി കടമുഴക്കി എടുത്തെറിയാനുള്ള ശക്തിയും അന്നേ പരിശുദ്ധ അമ്മയിൽ നിക്ഷേപിച്ചു. അപ്പൊ സാത്താന്റെ പ്രത്യേകത ഒന്നാമത് കാപട്യത്തെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തേണ്ടത് എന്നാണ് സ്വർഗം നൽകുന്ന ആ ഒരു സന്ദേശം. കാപട്യത്തെ മറിയത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് പരാജയം. ഈ അമ്മയുടെ മക്കളായ നാമും സാത്താനെ പരാജയപ്പെടുത്താൻ ഈ നിഷ്കളങ്കത ഉൾക്കൊള്ളണം എന്ന് അമ്മയിലേക്ക് നോക്കി പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഹങ്കാരം എന്നുള്ളത് സാത്താന്റെ പ്രത്യേകതയാണ്. അവനെ സാത്താൻ ആക്കിയത് അഹങ്കാരമാണെങ്കിൽ എളിമപ്പെടലും
അനുസരണവുമാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കും. പിശാച് മാലാഖമാരെയും മനുഷ്യരെയും കാൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു വിധത്തിൽ എന്താണ്, ദൈവത്തെക്കാൾ അധികമായി മറിയത്തെ ഭയപ്പെടുന്നു. കാരണം ദൈവം സാത്താന്റെ തല തകർക്കാൻ വേണ്ടി പ്രത്യേകമായ അഭിഷേകം നൽകി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ദൈവം സാത്താനെ പരാജയപ്പെടുത്തുക എന്നതല്ല, മറിച്ച് ദൈവ സൃഷ്ടി തന്നെ സാത്താനെ പരാജയപ്പെടുത്തണം. സാത്താന്റെ കോട്ട തകർക്കാൻ ഒരു സൈന്യ വ്യൂഹത്തെ ഒരുക്കുമ്പോൾ പരിശുദ്ധ അമ്മ മുമ്പിൽ നിന്നുകൊണ്ട് പോരാട്ടത്തിന് നേതൃത്വം നൽകണം. എന്തെന്നാൽ ദൈവത്തിന്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവന് വേദനാജനകമായ ഒന്നാണ്. മനുഷ്യരാൽ തോൽപ്പിക്കപ്പെടണം, ഒരു സ്ത്രീയാൽ തോൽപ്പിക്കപ്പെടണം. അതാണ് സ്വർഗത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ ശക്തിയേക്കാൾ മറിയത്തിന്റെ വിനയമാണ് സാത്താനെ ദുഃഖിപ്പിക്കുന്നത്, അവനെ എളിമപ്പെടുത്തുന്നത്. മറിയത്തിന്റെ നെടുവീർപ്പിനെ, സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ സാത്താൻ ഭയപ്പെടുന്നു. അവളുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മറ്റു സകല പീഡകളെയും കാൾ പിശാചിന് ഭീതിജനകമാണ് എന്ന് യഥാർത്ഥ മരിയഭക്തി 52-ാമത്തെ നമ്പറിൽ വിശുദ്ധ ലൂയി മോൺഫോർട്ട് എഴുതിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നത് എഫെസ്യക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ നാം പഠിക്കുന്നതാണ്, നാം പലപ്പോഴും ധ്യാനിക്കുന്നതുമാണ്. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവീൻ, എന്തെന്നാൽ നാം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധവും ധരിക്കുവീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ഇവിടെ ജീവിതം നവീകരിച്ചവരെ മുമ്പത്തേക്കാൾ ഉപരിയായി ആക്രമിക്കാൻ എല്ലാ കുതന്ത്രങ്ങളും സാത്താൻ ഒരുക്കുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:43 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ ആവിഷ്കൃതമാണ്. പറഞ്ഞു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സാത്താൻ എല്ലാം അടിച്ചുപാരി വിശുദ്ധീകരിക്കുന്നത് കണ്ട് സാത്താൻ പോയി 7 പിശാചുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളുടെ ആദ്യത്തെ അവസ്ഥയേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് നമ്മെ തള്ളി നീക്കുന്ന ആ ഒരു പൈശാചികമായ ഇടപെടലിനെ സംബന്ധിച്ച് കൊളോസിയക്കാർക്ക് ലേഖനൻ 2-ാമത്തെ അധ്യായം 14-15 വചനങ്ങളിൽ അതാണ് ദൈവത്തിന്റെ മുമ്പിൽ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രമാക്കി. ശരി, ഇവിടെ ദൈവത്തിന്റെ മുമ്പിൽ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ് പിശാച്. തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ് പിശാച്. അതുകൊണ്ട് നാം എന്താണ്, ഈ തോൽപ്പിക്കപ്പെട്ടവന്റെ മുമ്പിൽ പരാജയപ്പെടരുത്. തോൽപ്പിക്കപ്പെട്ടവന്റെ യേശുക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മങ്ങൾ കൊണ്ട് തോൽപ്പിക്കപ്പെട്ട പിശാചിനെ ദൈവമക്കൾ ഭയപ്പെടരുത്, അവന്റെ മുമ്പിൽ പരാജയപ്പെടരുത്. അതിനെന്ത് ചെയ്യണം? യേശുക്രിസ്തു നേടിത്തന്ന രക്ഷണീയമായ കർമ്മങ്ങളുടെ യോഗ്യതകൾ നേടിക്കൊണ്ട് അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് നാം ഈ പോരാട്ടത്തിൽ പങ്കാളികളാണ്. നാം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ ലക്ഷ്യം വെക്കുന്നതും യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ സംരക്ഷണമാണ് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അവൻ പ്രബലനായ ശത്രുവാണ്. എഫെസ്യക്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കേട്ട 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ ഇത് വായിക്കുന്ന അവൻ പ്രബലനാണ്. അതിനാൽ നമ്മുടെ തീരുമാനം കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ മാത്രം അവനെതിരെ യുദ്ധം ചെയ്ത് വിജയിക്കാൻ സാധ്യമല്ല. ലൂയി മോൺഫോർട്ട് തന്നെ പറയുന്നുണ്ട്, മറിയം ഉള്ളിടത്ത് പിശാചില്ല. പിശാചില്ലാത്ത, പിശാചിനെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ഒരിടത്ത് പാർക്കാൻ പ്രിയപ്പെട്ടവരെ അമ്മയുടെ മടിത്തട്ടിൽ നാം അഭയം കണ്ടെത്തണം. രണ്ടാമത്, ഇപ്പൊ സാത്താന്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട്. രണ്ടാമതായി പ്രപഞ്ചം മുഴുവന്റെ മേലും അധികാരം, എല്ലാ മനുഷ്യരുടെ മേലും അധികാരമുണ്ട്. മറിയം അധികാരം പിടിച്ചെടുക്കുകയില്ല. അത് സ്വാർത്ഥമതിയായ അഹങ്കാരികളായ ഈ ലോകത്തിന്റെ അധികാരികളാണ്. മറിയത്തിന്റെ അധികാരത്തിൽ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ, പെറ്റമ്മയുടെ അധികാരത്തിൽ നിൽക്കാത്ത മക്കളെ എങ്ങനെ ഒരു അമ്മയ്ക്ക് സഹായിക്കാൻ സാധിക്കും? അതുപോലെ നമ്മളുടെ ഈ സമർപ്പണത്തിലൂടെ, വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ അമ്മയുടെ അധികാരത്തിന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, സ്വർഗം മുഴുവന്റെ മേലും പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട്. അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ രഹസ്യമാണ്. എങ്ങനെയാണ്?
കന്യകയായ മറിയം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു. ത്രിത്വൈക ദൈവം അവളെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടം ധരിപ്പിച്ചു. ഇതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അമ്മയെ പറ്റിയുള്ള ചിത്രങ്ങൾ, ഈ വിശ്വാസ രഹസ്യം, സത്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പൗരാണികമായ എത്രയോ ചിത്രങ്ങളിൽ പരിശുദ്ധ അമ്മയെ രാജ്ഞിയായി ചിത്രീകരിച്ച് ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കണം. ഭൂമിയിൽ ഉണ്ടായിരുന്ന അമ്മയുടെ അധികാരം സ്വർഗത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഭൂമിയിൽ ഉണ്ടായിരുന്ന അധികാരം സ്വർഗത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും മേൽ അധികാരം, സ്വർഗവാസികളായ മാലാഖമാരുടെ മേലും വിശുദ്ധരുടെ മേലുമുള്ള അധികാരം. അമ്മയുടെ അധികാരം സ്വർഗത്തിലേക്ക് വ്യാപിച്ചു. മാലാഖമാരുടെ മേലും വിശുദ്ധരുടെ മേലുമുള്ള അധികാരമായി അത് വളർന്നു. എഫേസ്യ സുനഗദോസ് മുതൽ നാം ഈ സത്യം അംഗീകരിച്ചിട്ടുണ്ട്. മറിയത്തെ രാജ്ഞിയും സർവാധിപതിയുമായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ഈ അമ്മയുടെ അധികാരത്തിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അമ്മയുടെ ദൈവമാതൃത്വമാണ് ഈ അധികാരത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് എന്നുള്ളതും നമുക്ക് ഓർമ്മിക്കാം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ മറിയത്തിന്റെ സകല മാലാഖമാരുടെ മേലും മനുഷ്യരുടെ മേലും ഉള്ള സ്വർഗീയ അധികാരമാണ് ഈ മരിയൻ സമർപ്പണത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ അധികാരത്തെ പറ്റിയുള്ള ബോധ്യം നമുക്കുണ്ടാവണം. മറിയം മധ്യസ്ഥയോ പ്രസാദപര വിതരണക്കാരിയോ മാത്രമല്ല, അവൾ ദൈവത്താൽ എന്റെ മേൽ അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവളാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആ അധികാരത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ആ സ്നേഹ സാമ്രാജ്യത്തിൽ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാവുന്ന സ്നേഹ സാമ്രാജ്യത്തിൽ നമ്മെ തന്നെ നമുക്ക് അംഗത്വം എടുത്തുകൊണ്ട്, നമ്മൾ തന്നെ തീരെഴുതി കൊടുത്തുകൊണ്ട് ആ അംഗത്വം നമുക്ക് ഉറപ്പാക്കാം. ആ സാമ്രാജ്യത്തിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ
ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. മറിയത്തിന്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത
വാഗ്ദാനം അനുസരിച്ച് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്താനുകരണം പുസ്തകം 3 അധ്യായം 9. എല്ലാറ്റിന്റെയും അന്തിമ ലക്ഷ്യം ദൈവമായിരിക്കണം. മകനെ, സാക്ഷാൽ ഭാഗ്യവാനാകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനായിരിക്കണം നിന്റെ പരമവും അന്തിമവുമായ ലക്ഷ്യം. നിന്നിലേക്കും സൃഷ്ടികളിലേക്കും ക്രമരഹിതമായി ചാഞ്ഞിരിക്കുന്ന നിന്റെ സ്നേഹം പ്രസ്തുത നിയോഗത്താൽ പവിത്രീകൃതമാകും. ഏതെങ്കിലും വസ്തുവിൽ സ്വാർത്ഥം ലയിച്ചു പോയാൽ തൽക്ഷണം നീ വരണ്ട് ക്ഷയിച്ചു പോകും. ആകയാൽ എല്ലാം എന്റെ പക്കൽ ഏൽപ്പിക്കുക. സർവവും നിനക്കു നൽകിയത് ഞാനാണല്ലോ. സർവവും ആ പരമനന്മയിൽ നിന്ന് ഉളവാകുന്നുവെന്ന് ഓർമ്മിക്കുക. അതിനാൽ എല്ലാറ്റിന്റെയും ആദികാരണത്തെ എന്നിൽ കാണുക. വമ്പനും പിമ്പനും സമ്പന്നനും ദരിദ്രനും വറ്റാത്ത ഉറവയിൽ നിന്നെന്ന പോലെ ജീവജലം കോരിയെടുക്കുന്നു. സ്വമനസാ സന്തോഷപൂർവ്വം എന്നെ സേവിക്കുന്നവന് കൃപയ്ക്കുമേൽ കൃപ ലഭിക്കും. ഞാനൊഴികെ മറ്റു വല്ലതിലും അഭിമാനിക്കുകയോ സ്വന്തമായ ഏതെങ്കിലും നന്മയിൽ ആഹ്ലാദിക്കുകയോ ചെയ്യുന്നവൻ യഥാർത്ഥ നന്മയിൽ ഉറച്ചു നിൽക്കുകയോ ഹൃദയവിശാലത പ്രാപിക്കുകയോ ചെയ്യാതെ നാനാതരത്തിലുള്ള വിഘ്നങ്ങൾക്ക് വിധേയനായി കുഴങ്ങും. ആകയാൽ യാതൊരു നന്മയും നിന്റേതെന്ന് സങ്കൽപ്പിക്കരുത്, മറ്റു മനുഷ്യരുടേതായും എണ്ണേണ്ടതില്ല. സമസ്തവും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അങ്ങിൽ നിന്നല്ലാതെ മനുഷ്യന് യാതൊന്നും സ്വന്തമായിട്ടില്ല. ഞാൻ എന്നെ മുഴുവനും നിനക്ക് തന്നു, നിന്നെ മുഴുവനും എനിക്ക് ലഭിക്കണം. കൃത്യമായ കൃതജ്ഞതാസ്തോത്രം ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മായാസ്തുതിയെ ദൂരത്തിൽ പായിച്ചു കളയുന്ന സത്യം ഇതാ: യഥാർത്ഥ സ്നേഹവും സ്വർഗീയ വരവും യോജിച്ചു വന്നാൽ അസൂയയോ സങ്കുചിത ഹൃദയമോ സ്വാർത്ഥ പ്രതിപത്തിയോ ഉണ്ടാകുകയില്ല. ദിവ്യസ്നേഹം സർവവും ജയിക്കുന്നു, അന്തരാത്മാവിന്റെ ശക്തികളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. നീ സാക്ഷാൽ സമർത്ഥനാണെങ്കിൽ എന്നിൽ മാത്രം സന്തോഷിക്കുക, എന്നിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ലല്ലോ. സർവോപരി അവിടുന്ന് മാത്രം സ്തുതിക്കപ്പെടേണ്ടവനും വാഴ്ത്തപ്പെടേണ്ടവനുമാകുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ അഭിഭാഷകയായി ഞാനിന്ന് നിന്നെ സ്വീകരിക്കുന്നു. നിത്യഭവനത്തിലേക്കുള്ള എൻ്റെ അനുദിന യാത്രയിൽ വളരെയധികം ആത്മീയ അപകട സാധ്യതകൾ എനിക്കുണ്ട്. എന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നതുവരെ മാതൃസഹജമായ സ്നേഹത്താൽ എന്നെ പരിപാലിക്കണമേ. നീ എന്നെ ഏറ്റെടുക്കേണ്ടതിന് നിനക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ എന്നെ ഒരുക്കണമേ. എനിക്ക് ആവശ്യമായ എല്ലാ കൃപകളും എനിക്ക് അജ്ഞാതമായവ പോലും നിന്റെ തിരുക്കുമാരനോട് എനിക്ക് വേണ്ടി ചോദിക്കണമേ. എനിക്കെതിരായ കുറ്റാരോപണങ്ങൾ ശത്രുവായ പിശാച് ദൈവസന്നിധിയിൽ നിരത്തുമ്പോൾ എൻ്റെ അഭിഭാഷകയായി അമ്മ വാദിക്കണമേ. എൻ്റെ കുറവുകൾ നീ നികത്തണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സാത്താന്റെ കോട്ടകളെ തകർക്കുന്നതിനുള്ള സ്വർഗീയമായ സംരക്ഷണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. സർപ്പത്തിന്റെ തലയെ തകർക്കാനുള്ള നിയോഗം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ അമ്മയുടെ മക്കളെന്നുള്ള നിലയിൽ സാത്താനോടുള്ള പോരാട്ടത്തിൽ വിജയം നേടാൻ ആവശ്യമാകുന്ന എല്ലാ സംരക്ഷണവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. അനുദിന ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളാലും സ്വർഗം നിങ്ങളെ നിറയ്ക്കുകയും അവിടുത്തെ തിരുരക്തത്താൽ, കർത്താവിന്റെ തിരുരക്തത്താൽ നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മധ്യസ്ഥതയും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യഭാചനങ്ങളെ
നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.